അനാലിസിസ് ഓഫ് പോർട്ടൽ ഫ്രെയിംസ് ബൈ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: അനലൈസ് ദ പോർട്ടൽ ഫ്രെയിം ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഈ ഒരു പോർട്ടൽ ഫ്രെയിമിൽ എ ബി സി ഡി ഇ എഫ് ABCDF എന്ന് പറഞ്ഞൊരു പോർട്ടൽ ഫ്രെയിമാണ്. ഇതിൻ്റെ അകത്ത് എ എഫ് ഇ എന്ന് പറയുന്ന 3 എൻഡും ഫിക്സ്ഡ് ആണ്. ബിയും സിയും ഡിയും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള റിജിഡ് ജോയിൻറ്റുകളാണ്. ഓക്കെ, ഇനി എ ബി മെമ്പറിലും സി എഫ് മെമ്പറിലും ഡി എഫ് മെമ്പറിലും ലോഡൊന്നും തന്നെ തന്നിട്ടില്ല. ഓക്കെ, ഇനി ഈ ഒരു വെർട്ടിക്കൽ ഹൈറ്റ് വരുന്നത് 4 മീറ്ററാണ്. അപ്പോൾ ഈ 3 മെമ്പറിൻ്റെയും വെർട്ടിക്കൽ ഹൈറ്റ് 4 മീറ്ററാണ്. ഇനി ബി സി സി ഡി ഈ സ്പാനിൽ മൊത്തത്തിൽ UDL ആക്ട് ചെയ്യുന്നത് 36 kN/m ആണ്. ഇനി ബി സി സ്പാനിൻ്റെ ലെങ്ത്ത് 6 മീറ്ററാണ്, സി ഡി സ്പാനിൻ്റെ ലെങ്ത്തും 6 മീറ്ററാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ ഉള്ളൊരു വ്യത്യാസം എന്ന് വെച്ചാൽ സി എന്ന് പറയുന്ന ജോയിൻറ്റിൽ, ഈ ഒരു പ്രോബ്ലത്തിൽ സി എന്ന് പറയുന്ന ജോയിൻറ്റിൽ 3 മെമ്പേഴ്സ് മീറ്റ് ചെയ്യുന്നുണ്ട്. ബി സി സി എഫ് സി ഡി അങ്ങനെ 3 മെമ്പേഴ്സ് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ടുള്ളത്. ഇനി എ ബി സി എഫ് ഡി ഇ ഈ 3 മെമ്പറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഐയും, ഇനി അടുത്ത ബീം മെമ്പേഴ്സ് ബി സിയും സി ഡി മെമ്പേഴ്സിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ 3I ആണ്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എ ബി സി എഫ് ഡി ഈ 3 മെമ്പറിലും ലോഡൊന്നും തന്നെ തന്നിട്ടില്ല. അപ്പോൾ ആ മെമ്പറിൽ വരുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് എല്ലാം എന്ത് തന്നെയായിരിക്കും? 0 ആയിരിക്കും. ദെർഫോർ MFAB is equal to MFBA is equal to MFCF is equal to MFFC is equal to MFDE is equal to MFED is equal to 0. ആ 3 വെർട്ടിക്കൽ മെമ്പറിലും വരുന്ന 2 എൻഡിലെയും ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് 0 ആണ്. ഓക്കെ, ഇനി നമുക്ക് ബി സി എടുക്കാം. ബി സിനെ ഒരു ഫിക്സഡ് ബീമായിട്ട് കൺസിഡർ ചെയ്യാം. അതിനകത്ത് ആക്ട് ചെയ്യുന്ന ലോഡ് 36 kN/m ആണ്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്നത് MFBC, റൈറ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്നത് MFCB. അതിൻ്റെ ഇക്വേഷൻ -WL²/12 പോസിറ്റീവ് WL²/12 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം MFCB is equal to -WL²/12, MFCB is equal to WL²/12. ഇവിടെ W എന്ന് പറഞ്ഞാൽ 36 ആണ്, ലെങ്ത് എന്ന് വെച്ചാൽ 6 ആണ്. അപ്പോൾ -36 × 6²/12 സോൾവ് ചെയ്യുമ്പോൾ -108 kN/m. MFCBയുടേത് പോസിറ്റീവ് 108 kN/m ആയിരിക്കും. ഇതേ സെയിം സംഭവം തന്നെയാണ്, അല്ലെങ്കിൽ വാല്യൂ തന്നെയാണ് നമ്മൾ സി ഡി എന്ന് പറയുന്ന സ്പാനിലും വരുന്നത്. കാരണം സി ഡി എന്ന് പറയുന്ന സ്പാനിൻ്റെ ലെങ്ത് 6 മീറ്ററാണ്, ആക്ട് ചെയ്യുന്ന UDL 36 kN/m ആണ്. ഓക്കെ, അപ്പോൾ സെയിം സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. MFCD is equal to -WL²/12 സോൾവ് ചെയ്യുമ്പോൾ -108 kN/m. MFDC is equal to പോസിറ്റീവ് WL²/12 സോൾവ് ചെയ്യുമ്പോൾ 108 kN/m. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 1 ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്പർ 2 ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ബീമിൻ്റെ ഫിക്സ്ഡ് എൻഡ് ഒന്നും കൺസിഡർ ചെയ്യേണ്ട, ഹിഞ്ചഡോ കണ്ടിന്യൂസ് ആയിട്ടുള്ള ജോയിൻറ്റോ മാത്രം എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഫിഗറിൽ എയും എഫും ഡിയും ഫിക്സ്ഡ് എൻഡുകളാണ്. അപ്പോൾ ഈ 3 ജോയിൻറ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി എടുക്കണ്ട. ബാക്കി എന്തൊക്കെ എടുത്താൽ മതി? ബിയും സിയും ഡിയും ഇത് 3ഉമാണ് ഇൻ്റർമീഡിയറ്റ് ജോയിൻറ്റുകൾ, റിജിഡ് ജോയിൻറ്റുകൾ. ആ 3 ജോയിൻറ്റ് മാത്രം എടുക്കുക. ഓക്കെ, അപ്പോൾ ടേബിൾ ജോയിൻറ്റ്, മെമ്പർ, സ്റ്റിഫ്നെസ്, ടോട്ടൽ സ്റ്റിഫ്നെസ്, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, ബി എന്ന് പറയുന്ന ജോയിൻറ്റ്, സി എന്ന് പറയുന്ന ജോയിൻറ്റ്, ഡി എന്ന് പറയുന്ന ജോയിൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് ബി എന്ന് പറയുന്ന ജോയിൻറ്റിലേക്ക് വരുമ്പോൾ ബി എ എന്ന് പറയുന്ന മെമ്പറുണ്ട്, ബി സി എന്ന് പറയുന്ന മെമ്പറുണ്ട്. ഇനി ഈ ഒരു ഫിഗറിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ അകത്ത് ഏത് മെമ്പറിൻ്റെയും സ്റ്റിഫ്നെസ്സിൻ്റെ ഇക്വേഷൻ 4EI/L തന്നെയായിരിക്കും. 4EI/L തന്നെയായിരിക്കും. കാരണം എ എഫ് ഇ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് എൻഡുകളാണ് ഓൾറെഡി. ഇനി ബി സി ഡി എന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ജോയിൻറ്റുകളാണ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ജോയിൻറ്റുകളെ നമ്മൾ ഫിക്സ്ഡ് ആയിട്ടാണ് എടുക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്രോബ്ലത്തിൽ ഏത് ജോയിൻറ്റിൻ്റെ ഏത് മെമ്പർ എടുത്താലും അതിൻ്റെ ഇക്വേഷൻ 4EI/L തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ബി എന്ന് പറയുന്ന മെമ്പറിൽ ബി എ ഉണ്ട്, ബി സി ഉണ്ട്. ബി എയിൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഐയും ബി സിയിൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ 3I ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആ ഫസ്റ്റ് വാല്യൂ എഴുതാം. ബി എന്ന് പറയുന്ന മെമ്പറിൽ നിന്ന് ബി എയും പോകുന്നുണ്ട്, ബി സിയും പോകുന്നുണ്ട്. ഇക്വേഷൻ വരുന്നത് 4EI/L ആണ്. സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ബി എ മെമ്പറിൻ്റെ ലെങ്ത്ത് വരുന്നത് 4 മീറ്ററാണ്.
ഐ അതുപോലെ തന്നെ എഴുതുക. അപ്പോൾ 4EI/4 സോൾവ് ചെയ്യുമ്പോൾ EI എന്ന് കിട്ടും. ഇനി അടുത്ത BC എന്ന് പറയുന്ന മെമ്പറിൻ്റെ ഇക്വേഷൻ വരുന്നത് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 4EI/L തന്നെയാണ്. 4E അതുപോലെ എഴുതി. ഐൻ്റെ വാല്യൂ 3I ആണ്. അപ്പോൾ 4 × 3EI/ ലെങ്ത്, BC സ്പാൻ്റെ ലെങ്ത് വന്നിട്ട് 6 മീറ്റർ ആണ്. സോൾവ് ചെയ്യുമ്പോൾ 2EI എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ടോട്ടൽ സ്റ്റിഫ്നെസ് എന്ന് പറയുമ്പോൾ ബിയിൽ ആക്ട് ചെയ്യുന്ന രണ്ട് മെമ്പറിൻ്റെയും സ്റ്റിഫ്നെസ്സുകൾ തമ്മിൽ ആഡ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ 3EI എന്ന് കിട്ടും. അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറാണ്. BA മെമ്പറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ KBA / σK. KBA എന്ന് പറഞ്ഞാൽ EI / σK എന്ന് പറഞ്ഞാൽ 3EI. രണ്ടും തമ്മിൽ സോൾവ് ചെയ്യുമ്പോൾ 1/3 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത BC മെമ്പറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറാണ്. അതിൻ്റെ ഇക്വേഷൻ KBC / σK ആണ്. KBC എന്ന് പറയുമ്പോൾ 2EI, σK എന്ന് പറയുമ്പോൾ 3EI. രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ 2/3 എന്ന് കിട്ടും. ഓക്കെ, ഇത്ര ആയപ്പോൾ നമുക്ക് ജോയിൻറ്റ് B കഴിഞ്ഞു. ഇനി അടുത്ത ജോയിൻറ്റ് സിയിലേക്ക് പോകണം. സി എന്ന് പറയുന്ന ജോയിൻറ്റിൽ 3 മെമ്പറാണ്. CB ഉണ്ട്, CF ഉണ്ട്, CD ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് CB മെമ്പറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ 3I, CD മെമ്പറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ 3I, CF മെമ്പറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ I ആണ്. ഓക്കെ, അതേപോലെ ലെങ്ത്തും 6, 6, 4. അപ്പോൾ അത് മാത്രം കറക്റ്റായിട്ട് നോക്കി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വേറെ അതിൻ്റെ അകത്ത് തെറ്റ് വരേണ്ട കാര്യമില്ല. അപ്പോൾ C എന്ന് പറയുന്ന ജോയിൻറ്റിൽ നിന്ന് പോകുന്ന 3 മെമ്പർ CB, CD, CF. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് CB എടുക്കാം. CB എടുക്കുമ്പോൾ ഇതാണ് CB, അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ 3I, ലെങ്ത്ത് 6 മീറ്റർ ആണ്. അപ്പോൾ കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. CB സ്റ്റിഫ്നെസ്സിൻ്റെ ഇക്വേഷൻ 4EI/L ആണ്. 4 × 3EI/L. ഐൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ 4 × 3EI/Lൻ്റെ വാല്യൂ 6 ആണ്. സോൾവ് ചെയ്യുമ്പോൾ 2EI എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് CDയിലേക്ക് പോകാം. CDയിലേക്ക് വരുമ്പോൾ അവിടുത്തെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ 3I, ലെങ്ത്ത് 6 തന്നെയാണ്. അപ്പോൾ സെയിം വാല്യൂ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടിയ സെയിം വാല്യൂ തന്നെ ഇവിടെയും കിട്ടും. 2EI എന്ന് കിട്ടും. ഇനി അടുത്ത CF എന്ന് പറയുന്ന മെമ്പർ. CF എന്ന് പറയുന്ന മെമ്പറിലേക്ക് വരുമ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ Iയും ലെങ്ത്ത് 6 മീറ്ററുമാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ CF എന്ന് പറയുന്ന മെമ്പറിൽ ഇക്വേഷൻ 4EI/L ആണ്. 4EI / 4 സോൾവ് ചെയ്യുമ്പോൾ EI എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് C എന്ന് പറയുന്ന ജോയിൻറ്റിൻ്റെ സ്റ്റിഫ്നെസ്സുകൾ ഓരോന്നേ കണ്ടുപിടിച്ചു. ഇനി അടുത്ത σK കണ്ടുപിടിക്കുന്നു. അപ്പോൾ C എന്ന് പറയുന്ന ജോയിൻറ്റിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ സ്റ്റിഫ്നെസ് എന്ന് പറയുമ്പോൾ 2EI + 2EI + EI. സോൾവ് ചെയ്യുമ്പോൾ 5EI എന്ന് കിട്ടും. 5EI എന്ന് കിട്ടും. ഇനി അടുത്ത ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. CBയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ KCB / σK. സോൾവ് ചെയ്യുമ്പോൾ 2EI / 5EI. സോൾവ് ചെയ്യുമ്പോൾ 0.5 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത CD എന്ന് പറയുന്ന മെമ്പറിൽ ആക്ട് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ KCD / σK. 2EI/5EI എന്ന് കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ 0.4 എന്ന് തന്നെ കിട്ടും. അടുത്തത് CF എന്ന് പറയുന്ന മെമ്പറിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ KCF / σK. സോൾവ് ചെയ്യുമ്പോൾ EI/5EI എന്ന് കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ 0.2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ C എന്ന് പറയുന്ന ജോയിൻറ്റ് കംപ്ലീറ്റ്ലി കഴിഞ്ഞു. ഇനി അടുത്ത D എന്ന് പറയുന്ന ജോയിൻറ്റിലേക്ക് വരുമ്പോൾ 2 മെമ്പറാണ്. DC ഉണ്ട്, DEയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് D എന്ന് പറയുന്ന ജോയിൻറ്റിൽ DC ഉണ്ട്, DEയും ഉണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെ ഇക്വേഷൻ വരുന്നത് 4EI/L ആണ്. ഇനി DC എന്ന് പറയുന്ന ജോയിൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ DC എന്ന് പറഞ്ഞ മെമ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ വരുന്നത് 3Iയും ലെങ്ത് വരുന്നത് 6 മീറ്ററുമാണ്. അപ്പോൾ അത് 4EI/L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 4 × 3EI / 6 സോൾവ് ചെയ്യുമ്പോൾ 2EI എന്ന് കിട്ടും. ഇനി അടുത്ത് DE എന്ന് പറയുന്ന മെമ്പറിൽ ലെങ്ത് വരുന്നത് 4 മീറ്ററാണ്. ഐൻ്റെ വാല്യൂ I തന്നെയാണ്. അപ്പോൾ 4EI/L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4EI/4 എന്ന് കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ EI എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ടോട്ടൽ സ്റ്റിഫ്നെസ്. D എന്ന് പറയുന്ന ജോയിനിലുള്ള ടോട്ടൽ സ്റ്റിഫ്നെസ് എന്ന് പറയുമ്പോൾ 2EI + EI. സോൾവ് ചെയ്യുമ്പോൾ 3EI എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റിൽ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. DC മെമ്പറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ KDC / σK. അതായത് 2EI/3EI. സോൾവ് ചെയ്യുമ്പോൾ 2/3 എന്ന് കിട്ടും. ലാസ്റ്റിൽ DE മെമ്പറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഇക്വേഷൻ KDE / σK. ദാറ്റ് ഈസ് EI/3EI. സോൾവ് ചെയ്യുമ്പോൾ 1/3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 2 ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. BCD എന്ന് പറയുന്ന 3 ജോയിൻറ്റിൻ്റെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഇവിടെ ഒരു ചേഞ്ച് ഉണ്ട്. അടുത്ത സ്റ്റെപ്പിൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിളാണ് അടുത്ത സ്റ്റെപ്പിൽ വരുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ വരയ്ക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ C എന്ന് പറയുന്ന ജോയിൻറ്റിൽ 3 മെമ്പർ വരുന്നുണ്ട്. അപ്പോൾ അതിനെ ഈക്വലി 3 ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മളൊരു ജോയിൻ്റ് എടുത്താൽ നടുക്കൊരു വര വരച്ച് അതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് എടുക്കും. അപ്പോൾ C എന്ന് പറയുന്നതിൽ 3 എണ്ണം ഉണ്ട്. അപ്പോൾ അതിനെ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം തന്നെ ജോയിൻസ് എഴുതാം. ജോയിൻ്റ് എഴുതുമ്പോൾ ആ ഫിഗറിലുള്ള എല്ലാ ജോയിൻറ്റും ABCDEF 3 ജോയിൻറ്റും എടുത്ത് എഴുതുക. അടുത്തത് മെമ്പേഴ്സ്
എ എന്ന് പറയുന്ന ജോയിൻറ്റിൽ ഫിക്സ്ഡ് എൻഡ് ആണ്, ഒറ്റ മെമ്പറേ ഉള്ളൂ എ ബി. ഓക്കെ. അടുത്തത് ബി എന്ന് പറയുന്ന ജോയിൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ബി എന്ന് പറയുന്ന ജോയിൻ്റ് എടുത്ത് ബി എയും ഉണ്ട് ബി സിയും ഉണ്ട്. ഇപ്പോൾ 2 ജോയിൻ്റാണ് അവിടെ വരുന്നത്, 2 മെമ്പറാണ് വരുന്നത്. അപ്പോൾ ബി എന്ന് പറയുന്നതിൽ ബി എ മെമ്പറുണ്ട് ബി സി മെമ്പറുണ്ട്. ഓക്കെ. ഇനി അടുത്ത സി എന്ന് പറയുന്ന ജോയിൻറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സി ബി ഉണ്ട് സി എഫ് ഉണ്ട് സി ഡി ഉണ്ട്, 3 മെമ്പറാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ സി എന്ന് പറയുന്ന ജോയിൻ്റ് എടുത്താൽ സി ബി ഉണ്ട് സി എഫ് ഉണ്ട് സി ഡി ഉണ്ട്. ഇതേപോലെ ഡി എന്ന് പറയുന്ന ജോയിൻ്റ് എടുത്താൽ ഡി സി ഡി ഇ എന്ന് പറയുന്ന ജോയിൻ്റ് എടുത്താൽ ഇ ഡി, എഫ് എന്ന് പറയുന്ന ജോയിൻ്റ് എടുത്താൽ എഫ് സി. ഇത്രയും മെമ്പറുകളാണ് വരുന്നത്. ഇനി അടുത്ത ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, ഓരോ ജോയിൻറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് നമുക്ക് എഴുതാം. അപ്പോൾ ആകെ നമ്മൾ കണ്ടുപിടിച്ചേക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ബിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ തൊട്ട് മുമ്പത്തെ ടേബിളിൽ നോക്കി എഴുതുക. ഈ ടേബിൾ എടുത്തിട്ട് കറക്റ്റായിട്ട് നോക്കി എഴുതുക, ഒന്നും തെറ്റിപ്പോകരുത്. ബി എയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഇവിടെ ഉണ്ട്, ബി സിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഇവിടെ ഉണ്ട്, സി ബിയുടെ ഉണ്ട്, സി ഡിയുടെ ഉണ്ട്, അങ്ങനെ ഓരോ വാല്യൂവിൻ്റെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ടാബുലേറ്റ് ചെയ്യുക, തെറ്റിപ്പോകരുത്. ബി എയുടേത് 1/3, ബി സിയുടേത് 2/3, സി ബിയുടേത് 0.4, സി എഫിൻ്റെ 0.2, സി ഡിയുടേത് 0.4, ഡി സിയുടേത് 2/3, ഡി ഇയുടേത് 1/3. ഫിക്സ്ഡ് എൻഡായിട്ടുള്ള എ ബി ഇ ഡി എഫ് സി ഈ 3നും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ. ഇനി അടുത്ത കോളത്തിൽ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് ആണ്. സ്റ്റെപ്പ് നമ്പർ 1 നമ്മൾ കണ്ടുപിടിച്ച ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ്. ഓക്കെ. അപ്പോൾ അതും കറക്റ്റായിട്ട് തന്നെ എടുത്ത് എഴുതുക. എ ബി മെമ്പറിന് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഒന്നും ഇല്ലായിരുന്നു, ലോഡൊന്നും ഇല്ലാത്തതുകൊണ്ട്. ബി എ മെമ്പറിന് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഒന്നും ഇല്ല, കാരണം ലോഡൊന്നും ഇല്ലായിരുന്നു. ബി സി മെമ്പറിൻ്റെ -108, സി ബി മെമ്പറിൻ്റെ 108, സി എഫ് മെമ്പറിനും ലോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് മൊമെൻ്റ് ഇല്ല. സി ഡി മെമ്പറിൻ്റെത് -108, ഡി സി മെമ്പറിൻ്റെ 108. ഇനി ബാക്കിയുള്ള ഡി ഇ ഇ ഡി എഫ് സി ഇതിനൊന്നും ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് ഇല്ല, കാരണം അവിടെ ലോഡൊന്നും ഇല്ലായിരുന്നു. ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചതുമാണ്. ഓക്കെ. ഇനി അടുത്ത് എന്ത് ചെയ്യുക, ബാലൻസിങ് എന്ന് പറയുന്ന സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത് ബി സി ഡി എന്ന് പറയുന്ന 3 ജോയിൻ്റാണ് നമുക്ക് ബാലൻസ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബി എന്ന് പറയുന്ന ജോയിൻറ്റിലെ മൊമെൻറ്റ് ആഡ് ചെയ്യുക. ബി എന്ന് പറയുന്ന ജോയിൻറ്റിലെ മൊമെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെപ്പ് ഞാനിവിടെ എഴുതാം. അപ്പോൾ ബി എന്ന് പറയുന്ന ജോയിൻറ്റിൽ ഇപ്പോൾ ബാലൻസിങ് ആണ് ചെയ്യാനുള്ളത്. ബി എന്ന് പറയുന്ന ജോയിൻറ്റിലുള്ള ടോട്ടൽ മൊമെൻറ്റ് ആഡ് ചെയ്യുക. അപ്പോൾ 0 - 108 വിച്ച് ഈസ് ഈക്വൽ ടു -108. ഇതാണ് ബി എന്ന് പറയുന്ന ജോയിൻറ്റിലെ അൺബാലൻസ്ഡ് മൊമെൻറ്റ് അല്ലേ, ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ ബി എന്ന് പറയുന്ന ജോയിൻറ്റിലെ അൺബാലൻസ്ഡ് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു -108 ആണ്. അപ്പോൾ ബി എന്ന് പറയുന്ന ജോയിൻറ്റിൻ്റെ ബാലൻസിങ് മൊമെൻറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ 108 ആയിരിക്കും. ഇനി ബി എന്ന് പറയുന്ന ജോയിൻറ്റിൽ ബി എ മെമ്പറുണ്ട് ബി സി മെമ്പറുണ്ട്. അപ്പോൾ ബി എയിൽ കൊടുക്കേണ്ട ബാലൻസിങ് മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ 108 ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഓക്കെ. അപ്പോൾ ഇവിടെ കിട്ടിയത് 108 ആണ്, -108 ആണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് എ ബിയിലേക്ക് കൊടുക്കേണ്ടത് അതിൻ്റെ ഇതിൻ്റെ നെഗറ്റീവ് സൈഡ്, അതായത് 108 ഇൻറ്റു ബിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 1/3 സോൾവ് ചെയ്യുമ്പോൾ 36 എന്ന് കിട്ടും. ഇനി അടുത്ത ബാലൻസിങ് മൊമെൻറ്റ് ബി സി എന്ന് പറയുന്ന മെമ്പറിൽ കൊടുക്കേണ്ട ബാലൻസിങ് മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ 108 ഇൻറ്റു ബി സിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 2/3 സോൾവ് ചെയ്യുമ്പോൾ 72 എന്ന് കിട്ടും. അപ്പോൾ ഈ 36ഉം 72 ആണ് ബി എ ബി സി മെമ്പറുകളിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ബി എയിൽ 36ഉം ബി സിയിൽ 172 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഓക്കെ. ഇനി അടുത്തത് സി എന്ന് പറയുന്ന ജോയിൻറ്റിൻ്റെ മൊമെൻറ്റുകൾ അൺബാലൻസ്ഡ് മൊമെൻറ്റ് എത്രയാണ് നോക്കാം. അപ്പോൾ സി എന്ന് പറയുന്ന ജോയിൻറ്റിൽ മൊത്തത്തിൽ 1 2 3 ഈ 3 മൊമെൻറ്റുമാണ് ആക്ട് ചെയ്യുന്നത്. അതായത് 108 + 0 - 108 വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ സി എന്ന് പറയുന്ന ജോയിൻറ്റിൽ നിലവിൽ മൊമെൻ്റ് ഒന്നും ഇല്ല, അത് ഓൾറെഡി ബാലൻസ്ഡ് സ്റ്റേറ്റിലാണ്. ഓക്കെ. അപ്പോൾ സി എന്ന് പറയുന്ന ജോയിൻറ്റിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അൺബാലൻസ്ഡ് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ സി എന്ന് പറയുന്നത് ഓൾറെഡി ബാലൻസ്ഡ് ആയിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് ഫർദറായിട്ട് ബാലൻസിങ് മൊമെൻ്റ് ഒന്നും കൊടുക്കണ്ട. ദെയർഫോർ സി എന്ന് പറയുന്ന ജോയിൻറ്റിലെ സി ബി സി എഫ് സി ഡി 3 ബാലൻസിങ് മൊമെൻ്റ് ആയിട്ട് 0 ആഡ് ചെയ്യുക. അപ്പോൾ ആ പോർഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് ഡി എന്ന് പറയുന്ന ജോയിൻറ്റ്. ഡി എന്ന് പറയുന്ന ജോയിൻറ്റിൻ്റെ ബാലൻസിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഡിയിലുള്ള അൺബാലൻസ്ഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കുക. ഡിയിലുള്ള മൊത്തത്തിലുള്ള മൊമെൻറ്റ് 108ഉം 0 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, വീണ്ടും നമ്മുടെ ഓൾജിബ്രിക് സം എടുക്കുക. അപ്പോൾ ഡി എന്ന് പറയുന്ന ജോയിൻറ്റിൽ അൺബാലൻസ്ഡ് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു 108 ആണ്. അപ്പോൾ അതിൻ്റെ ബാലൻസിങ് മൊമെൻറ്റ് എന്തായിരിക്കും, -108 ആയിരിക്കും. ഇനി ബാലൻസിങ് മൊമെൻറ്റ് അറ്റ് ഡി സി എന്ന് പറയുന്ന മെമ്പറിലേക്ക് കൊടുക്കേണ്ട ബാലൻസിങ് മൊമെൻറ്റ് എന്ന് വെച്ചാൽ -108 ഇൻറ്റു ഡി സിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 2/3 സോൾവ് ചെയ്യുമ്പോൾ -72. ഡി ഇ എന്ന് പറയുന്ന മെമ്പറിൽ കൊടുക്കുന്ന ബാലൻസിങ് മൊമെൻറ്റ് -108 ഇൻറ്റു 1/3 സോൾവ് ചെയ്യുമ്പോൾ -36 എന്ന് കിട്ടും. അപ്പോൾ അത് കറക്റ്റായിട്ട് എടുത്ത് നമ്മുടെ ടേബിളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
അപ്പോൾ ഡി എന്ന് പറയുന്ന ജോയിൻറ്റിൽ ഡി സിയിൽ കൊടുക്കുന്നത് -72, ഡിയിൽ കൊടുക്കുന്നത് -76. ഓക്കെ, ഇനി ഓൾറെഡി എയും ഇയും എഫും എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ജോയിൻറ്റുകളായിരുന്നു അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് മൊമെൻറ്റും ഇല്ല, അവിടെ ബാലൻസിങ്ങും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നില്ലിട്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കൊണ്ട് നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്യാരി ഓവർ ചെയ്യണം. അപ്പോൾ ക്യാരി ഓവർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ബി എന്ന് പറയുന്നതിൽ കിട്ടിയേക്കുന്ന ഈ 36ൻ്റെ പകുതി എയിലേക്ക് ക്യാരി ഓവർ ചെയ്തു, അതാണ് 18 കിട്ടിയത്. ഇനി അടുത്തത് 72 എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന ജോയിൻറ്റിൻ്റെ പകുതി സി എന്ന് പറയുന്ന ജോയിൻറ്റിലേക്ക് ക്യാരി ഓവർ ചെയ്തു, അതാണ് 36. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് മാച്ചിങ് ആയിട്ട് വേണം കൊടുക്കാൻ. ഇത് ബി സി, ഇത് സി ബി, അതുകൊണ്ടാണ് ക്യാരി ഓവർ വന്നത്. അപ്പോൾ കോളം തിരിച്ചെഴുതി കളയരുത്. അപ്പോൾ 72ന് നേരെ പകുതി 36 നമ്മൾ ഇപ്പുറത്തെ കോളത്തിലേക്ക് ക്യാരി ഓവർ ചെയ്തു. ഓക്കെ, ഇനി 0 അതിൻ്റെ പകുതി 0 തന്നെ ക്യാരി ഓവർ ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്തൊന്നും കൺഫ്യൂഷൻ വരരുത്. ഇനി അടുത്തത് നമുക്ക് ഡി എന്ന് പറയുന്ന ജോയിനിലേക്ക് പോകാം. അവിടെ ഇവിടെ ഒരു -72 ഉണ്ട്. അപ്പോൾ ഡി സി സി ഡി ഈ മെമ്പറുകളാണ് ക്യാരി ഓവർ വരുന്നത്. അപ്പോൾ ഡി സിയിൽ ഉണ്ടായിരുന്ന 72 -72 അതിൻ്റെ നേരെ പകുതി -36 സി ഡിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു. അപ്പോൾ ഇവിടെയും തിരിഞ്ഞു പോയത് ഡി സിന്ന് സി ഡിയിലേക്കാണ് ക്യാരി ഓവർ ചെയ്യുന്നത്. അപ്പോൾ -72ൻ്റെ പകുതി -36 ആണ് ക്യാരി ഓവർ ചെയ്തത്. ഓക്കെ, ഇനി അടുത്തത് ഡി ഇന്ന് ഇ ഡിയിലേക്കാണ് ക്യാരി ഓവർ ചെയ്യേണ്ടത്. അപ്പോൾ ഡി ഇയിലുണ്ടായിരുന്ന -36 എന്ന് പറയുന്ന മൊമെൻറ്റ് അതിൻ്റെ പകുതി -18 ആണ് ഇ ഡിയിലേക്ക് ക്യാരി ഓവർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് ക്യാരി ഓവർ വരുന്നത്. അപ്പോൾ ക്യാരി ഓവർ കഴിഞ്ഞാൽ ഫൈനൽ മൊമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക. ഫൈനൽ മൊമെൻറ്റ്സ് ആഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, എ എന്ന് പറയുന്ന ജോയിൻറ്റിലെ കംപ്ലീറ്റ് മൊമെൻറ്റ്സും ആഡ് ചെയ്യുക, 18 എന്ന് കിട്ടും. ഇനി അടുത്ത ബി എന്ന് പറയുന്ന ജോയിൻറ്റിൽ ബി എന്ന് പറയുന്ന മെമ്പറിൻ്റെ മൊമെൻറ്റുകൾ ആഡ് ചെയ്യുക. 36 മാത്രമേ ഉള്ളൂ, അപ്പോൾ ടോട്ടൽ 36 എന്ന് കിട്ടും. ബി സിയിലെ ടോട്ടൽ മൊമെൻറ്റിൻ്റെ സം എടുക്കുക, എന്താണ് -108 + 72 സോൾവ് ചെയ്യുമ്പോൾ -36 എന്ന് കിട്ടും. അടുത്തത് ബി സി എന്ന് പറയുന്ന മൊമെൻറ്റിൻ്റെ ടോട്ടൽ മൊമെൻറ്റ് ആഡ് ചെയ്യുക, ഇത് തമ്മിൽ ആഡ് ചെയ്യുക, അപ്പോൾ -36 കിട്ടും. ഓക്കെ, ഇത് രണ്ടും നോക്കിക്കേ, ഇത് ബാലൻസ്ഡ് ആയി, ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് ആണ്, ഒരേ വാല്യൂ തന്നെയാണ് വന്നേക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത സി എന്ന് പറയുന്ന ജോയിൻറ്റ്, അതിൽ സി ബി എന്ന് പറയുന്ന മെമ്പറിൽ ഇതും തമ്മിൽ ആഡ് ചെയ്യുക, 144 എന്ന് കിട്ടും. സി എഫ് എന്ന് പറയുന്ന ജോയിൻറ്റിൽ മൊമെൻ്റ് ഒന്നുമില്ല, 0 ആണ്, അപ്പോൾ അവിടെയും 0 തന്നെ വരും. സി ഡി എന്ന് പറയുന്ന ജോയിൻറ്റിൽ -108 -36 ആണ്, അപ്പോൾ -144 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെയും ബാലൻസ്ഡ് ആണ്. സി എന്ന് പറയുന്ന ജോയിൻറ്റിൽ മൊത്തത്തിൽ +144 -144 നടുക്ക് 0 ആണ്, അപ്പോൾ സി ഓൾറെഡി ബാലൻസ്ഡ് ആണ്. ഇനി അടുത്ത ഡി എന്ന് പറയുന്ന ജോയിൻറ്റിൽ ഡി സി എന്ന് പറയുന്നതിൽ 108 + -72 അപ്പോൾ 36 എന്ന് കിട്ടും. ഡി ഇ മെമ്പറിലെ ടോട്ടൽ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ആകെ ഇത് മാത്രമേ ഉള്ളൂ, അപ്പോൾ അതവിടെ എടുത്ത് എഴുതുക, -36. ഇനി അടുത്തത് ഇ എന്ന് പറയുന്ന മെമ്പറിൽ -18 ഉണ്ട്, അപ്പോൾ അത് ടോട്ടൽ ചെയ്ത് എഴുതുക. എഫ് സി എന്ന് പറയുന്ന മെമ്പറിൽ ലോഡൊന്നുമില്ല, മൊമെൻ്റ് ഒന്നുമില്ല, അപ്പോൾ അത് 0. ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു ടേബിൾ എഴുതുന്നത്. ചെറിയൊരു വ്യത്യാസമുള്ള ടേബിളിന് ബാക്കിയെല്ലാം നമ്മൾ പണ്ട് പഠിച്ച മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൻ്റെ സെയിം ടേബിൾ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നമുക്ക് കിട്ടിയേക്കുന്ന മൊമെൻറ്റുകളൊക്കെ ഒന്ന് ടാബുലേറ്റ് ചെയ്യുക. ആദ്യം കിട്ടിയേക്കുന്ന ഫൈനൽ എൻഡ് മൊമെൻറ്റ് MABയുടെയാണ്, അത് 18 kN/m. ബി എ മെമ്പറിൻ്റെത് MBA = 36 kN/m. ബി സി മെമ്പറിൻ്റെ MBC = -36 kN/m. സി ബി മെമ്പറിൻ്റെ മൊമെൻറ്റ് 144 kN/m. സി ഡി മെമ്പറിൻ്റെത് MCD = -144 kN/m. അടുത്തത് ഡി സി മെമ്പറിൻ്റെത് MDC = 36 kN/m. MDE = -36 kN/m. MCF = 0, MED = -18 kN/m ആൻഡ് MFC = 0 kN/m. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കിട്ടിയേക്കുന്ന മൊമെൻറ്റിനെ ഫൈനൽ എൻഡ് മൊമെൻ്റ് ആയിട്ട് എടുത്തെഴുതുക. ഫൈനലി എന്ത് ചെയ്യുക, നമ്മുടെ ഫിഗർ വരയ്ക്കുക. ഫിഗർ വരയ്ക്കാനായിട്ട് ABCD എന്ന് പറയുന്ന ഫ്രെയിം വരച്ചു. ഇനി ഇതിൻ്റെ അകത്തൊന്നും നമുക്ക് എന്തില്ല, ലോഡൊന്നും തന്നിട്ടില്ല. അപ്പോൾ ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ആകെ വരുന്നത് BCയിലും CDയിലുമാണ്. അപ്പോൾ ഈ 166 നമുക്ക് എങ്ങനെ കിട്ടും, WL²/8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ W എന്ന് പറഞ്ഞാൽ 32 × 6²/8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 162 എന്ന് കിട്ടും അല്ലേ. നമുക്ക് ലോഡ് തന്നിരുന്നത് 36 ആയിരുന്നു അവിടെയുള്ള UDL. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്നത് ഇതാണ് ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ഇതിൻ്റെ ഈ ടോപ്പ് 162 വരുന്നത് WL²/8 ആണ്. അപ്പോൾ 36 × ഇവിടുത്തെ ലെങ്ത്ത് 6 മീറ്റർ, അപ്പോൾ 6²/8 ആണ്. ഇനി ഫൈനൽ എൻഡ് മൊമെൻറ്റ് ഡയഗ്രാം വരക്കാനായിട്ട് എന്ത് ചെയ്യുക, ABയിലെ വാല്യൂ ഏറ്റവും താഴെ ആയതുകൊണ്ട് പോസിറ്റീവ് എന്നുള്ളത് റൈറ്റിലേക്ക് എടുത്തു. ഇവിടെ 36 അത് തമ്മിൽ യോജിപ്പിക്കുക.
ഇവിടെ മൊമെൻ്റ് ഒന്നും ഇല്ല, ഇവിടുത്തെ മൈനസ് ആയതുകൊണ്ട് ലെഫ്റ്റിലേക്ക് വരച്ചു, ഇവിടെ മൈനസ് ആയതുകൊണ്ട് റൈറ്റിലേക്ക് എടുത്തു, അത് നമ്മൾ യോജിപ്പിക്കുക. ഇനി അടുത്തത് BCD എന്ന് പറയുന്ന മെമ്പറിൻ്റെ ഇത് ഇവിടെ 36, ഇവിടെ 144, ഇവിടെ 36, ഇത് തമ്മിൽ യോജിപ്പിക്കുക. ഇനി എന്ത് ചെയ്യുക, ബാക്കി കോമൺ ആയിട്ടുള്ള പോർഷൻസൊക്കെ ഷെയ്ഡ് ചെയ്യുക, ഷെയ്ഡ് ചെയ്തിട്ട് സൈൻ മാർക്ക് ചെയ്യുക. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ.